Hey guys, Assalamu alaikum. Welcome back to another video. It's me Lia. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉമ്മച്ചിൻ്റെ ഒരു മോർണിംഗ് വ്ളോഗാണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ദോശയും ചന മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളക്കടല എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ദോശക്കുള്ള അരി അരിച്ചെടുക്കുകയാണ്. ഇനി ചന മസാലയ്ക്ക് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. ഇനി നമ്മൾ ചന മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കറുകാപ്പട്ടയും ഏലക്കയും കറാമ്പൂവും പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളക്കടല ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളക്കടല നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയും ചന മസാലയും. ദോശ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ചന മസാല ഉണ്ടെങ്കിൽ ഞാൻ ദോശ എത്രയും കഴിക്കട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ചന മസാല. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ.